ദീപേ പ്രതീക്ഷ അപ്പുറം സന്തോഷമായിട്ട് കല്യാണം കഴിഞ്ഞാലാണ് ഉഷാറായില്ലേ? അല്ല നീ എന്താ കുട്ടികളുടെ മുല്ലപ്പ് കിട്ടിയില്ലെന്ന് വെച്ചിട്ട് എന്തൊക്കെ പറഞ്ഞ് വേറെ ഉണ്ടാക്കുന്ന ഗ്യാപ്പിൽ ഇക്കാക്ക സമയം അവിടെ നോക്കാൻ നേരം ഉണ്ടാവണ നേരത്ത് എന്താ പറയുക ഉണ്ട മുല്ലപ്പ് എന്താ അല്ലെങ്കിൽ ഉണ്ട മുല്ലപ്പൂന് വിലപ്പോ തമിഴ്നാട്ടില് പൂട്ടല്. പിന്നെ നമ്മള് പ്രതീക്ഷ അത്ര കവർ കയറി ഉണ്ടാവില്ലടാ. അച്ഛൻ നോക്കിയില്ലേ? ഞാൻ നോക്കിയ അത്ര ഞാൻ പ്രതീക്ഷ അത്ര സംഭവം വന്നിട്ടില്ല. ഇതൊന്ന് പൊടിച്ചെണ്ണിക്കൂട്ടി എഴുതാ ഏതെടുക്ക അല്ല അങ്ങനെ മൊക്കൊക്കെ എടുത്തേക്കണം. കുറച്ച് എടുത്താൽ മതി. അല്ല അത് എഴുതിട്ട് ശേഷം എടുത്താൽ മതി. എഴുതിക്കോ. ഗംഗാധരൻ നമ്മളെ ഇവിടുത്തെ പോസ്റ്റ് അതിനുമല്ലേ ലൈൻമെനും അല്ലേ അഞ്ഞൂറ് എഴുതിക്കോ. പോരെ പ്രതീക്ഷ തള്ളിക്കയറ്റില്ല. ഇതിൽ തന്നെ ഇട്ടല്ലേ അരിട്ടേക്കുന്ന ബാഗ് താതിന് വെച്ചാൽ മതി. ഇത് തീരെ പിടിക്കണ്ട. ഓൻ പഠിച്ചോളൂ ഇവിടുന്ന്. ഇതുണ്ട് കേറുന്നില്ല. എന്തൊക്കെ കവറൊക്കെ അടുത്ത വിളിച്ച അത് പി പി നിധിക്കണം വളയതില്ലേ. ഇത് രാജ. എന്തിനു നിർത്തി വെക്കണം? ഏത് രാജാണ് ഇത്? രാജ. ഇതിലൊരു കത്തൊക്കെ ഉണ്ടല്ലോ. കത്തോ? ഇത് എഴുത്താണല്ലോ. വായിക്ക്. പ്രിയപ്പെട്ട സുധർമേട്ട, എന്തേ 1000 രൂപ കടമായിട്ട് എഴുതിക്കോ. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തിരിച്ചു തരാമെന്ന് രാജു. പരമനാറി രാജ്യമാണ്. ആ കടം വാങ്ങല് അച്ഛനടുത്ത് രാവിലെ വെറുതെ അല്ല. ഇതിപ്പോ എന്ത് ചെയ്യണോ? ഇതാരെടുത്ത് ഇത് നിങ്ങളെടുത്ത് എന്തൊരു കഷ്ടം ആലോചിച്ചൊക്കെ. കല്യാണത്തിനും കടം കത്തിലൂടെ കടം പറയുന്ന ചങ്ങായിമാര് എല്ലാത്തൊരു തോൽവികൾ. ആഹാ ഇതര സജീവൻ. കുറെ കാശുണ്ട് കേട്ടാ. നല്ല കനൊക്കെ കാണാൻ. അതെ തന്നെ. ഒരു പാവങ്ങളാണോ അത്? 1000 രൂപ ഉണ്ട്. 1000 എത്ര 700 ഉണ്ടെന്ന്. 1000 വിശ്വാസം ഇല്ലാത്ത നിങ്ങൾക്ക് 1000 രൂപ അധികം. ഭാസ്കരൻ പി കെ. ആഹാ വലിയ കവറാണ് കേട്ടാ. സംഖ്യ ഉണ്ടാവും. വിളിക്ക് വായിക്കും. ഇതിലും ഒന്നുമില്ല അച്ഛാ. ഭാസ്കരൻ പിപ്പിൽ ഒന്നുമില്ലാന്ന്. ഓൻ തരാൻ സാധ്യതയില്ല. കാലിക്കവറല്ലേ ഓന്. മകള് കല്യാണം കഴിച്ച് അവിടെ വെച്ചിട്ട് അന്ന് ഞാൻ കൊടുത്ത കാലിക്കവറാണ്. മനസ്സിലാവുണ്ട? അതിനുമുമ്പ് എന്റെ ഏട്ടല്ലേ ബാലു ദുബായ് വടംപട കല്യാണത്തിന് കൊണ്ടുവന്നിട്ട് അന്ന് ഓൾ ഇങ്ങോട്ട് തന്നത് കാലിക്കവർ. പിന്നെ ഈ കാലിക്കവർ കണ്ടപ്പോഴാണ് ഇന്റെ കല്യാണത്തിന് അന്ന് ഇന്റെ അച്ഛൻ കഷ്ടപ്പെട്ടാണ് കല്യാണം കഴിച്ചുണ്ടാക്കിയത്. എന്നിട്ട് അന്ന് ഓല് വന്നു തരുന്നത് കാലിക്കവർ തന്നെ. അങ്ങോട്ട് കാലിക്കവർ അങ്ങോട്ട് കാലിക്കവർ എടുക്കാം. എടുത്ത് നോക്കാൻ ഇങ്ങനെയുണ്ടോ? മീനാക്ഷി 700. 700? ഒന്നും കൂടി ഉണ്ട്. ഞാൻ എടുത്തോണ്ട് അച്ഛാ. റപ്പായി. ഗുളിക കച്ചവടം ചെയ്യണേ. 500. ആ പരമനാറ് 500 വെച്ച് 500 രൂപ തന്നില്ല അച്ഛാ. അവരെന്താ അറിയോ? അവര് 6 ആള് വന്നിട്ട് വയറടിച്ച് മൂക്കട്ടം നക്കി പോയിട്ട്. അല്ല നിങ്ങളിപ്പോ എന്താ ചെയ്യാൻ പോണേ? ഞാൻ ഒന്ന് വിളിക്കട്ടെ. അല്ലല്ല ഒന്ന് പറയണോ? അല്ല എന്ത് മോശം. അല്ല ഇപ്പൊ എന്റെ യോജി സ്റ്റൈൽ നോക്കണേ. ഞാൻ ഒരു റപ്പായി ഉണ്ടോ? എടാ റപ്പായി ഇന്റെ കുട്ടിയെ കല്യാണം കഴിഞ്ഞിട്ട് 500 രൂപ കവറിൽ തന്നിങ്ങള്. എടാ എന്റെ ഭാര്യ, എന്റെ 2 കുട്ടികള്, എന്റെ വണ്ടിത്തെ ഡ്രൈവറാണ്, പീഴത്തെ പണിക്കാരൊക്കെ 5-6 ഒന്ന് മൂക്കട്ടം നക്കി പോയില്ലേ. എടാ ഒരു ബിരിയാണിക്ക് 100 രൂപ വെച്ച് കൂട്ടിക്കോ. വാശത്തിലാണോ? 600-700 രൂപ മുതൽ പോയില്ലേ? അല്ലല്ല പിന്നെ ഈ ഞാൻ 4 ഇടപാട് നിൽക്കത്തുള്ള കാര്യം പറഞ്ഞുതരാം. വെച്ച് വെച്ചിട്ട് പോലെ വാണി വെച്ചാൽ മതി. എന്നോട് അങ്ങനെ പറയുന്നു വേണ്ട. എന്താണ് അല്ല ഓന്റെ പണ്ട മൂക്കറ്റം ബിരിയാണി നക്കി പോവാ മോശല്ലേ? എന്ത് മോശം. ഒരു മര്യാദ കാണിക്കണ്ടേ? ഒരു കഷ്ടം. അല്ല ഞാൻ അവളുടെ ജാതകക്കുറിപ്പിൽ നോക്കിയ സമയത്തെ
അവളുടെയും ഭർത്താവിന്റെ അല്ല ജാതകം നോക്കിയിട്ടുള്ളത്, അവളുടെയും മറ്റവരുടെയും കൂട്ടാണല്ലോ നോക്കിയിട്ടുള്ളത്. എന്താ ഒരു മോൾ അതൊക്കെ പണ്ടത്തെ മോഡൽ ചെക്കൻ്റെയും പണിയും ജാതകം നോക്കലൊക്കെ. ഇപ്പൊ ഞാൻ ചെയ്തെന്നതാണ് ഇപ്പത്തെ ആൾക്കാർ ചെയ്യുന്നത് തന്നെയാണ്. അവളും അവളുടെ അമ്മായിമാരും തമ്മിൽ ജാതകം നോക്കണം. മനസ്സിലാവണ്ട, അവര് തമ്മിലെ തട്ടിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത്. അത് ഓക്കെ ആണെങ്കിൽ 100 ഒന്നും നോക്കാനില്ല. മോനെ അനക്ക് പറഞ്ഞ ചരിത്രം അറിയോ? വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കണം എന്നാണ് പറയാ. അതൊക്കെ ശരിയാണ് അച്ഛാ, പക്ഷെ അത് കഴിഞ്ഞാലാണ് നരകം. അല്ല അച്ഛാ, ഞാനേ ആ അമ്പലത്തിൽ വെച്ച് സാക്ഷ്യപ്പെടാൻ നേരത്തെ താലി ഇട്ട് കൊടുത്തോ? താലി ഇട്ടിട്ട് സാക്ഷ്യപ്പെടാൻ നേരത്തെ ചെറുക്കനേക്കാളും 1 വയസ്സ് കൂടുതലാണ് നമ്മുടെ മീനൂര്. അത് ഞാനും നോക്കിയിരുന്നു. എന്താ പിന്നെ അപ്പ പറയാൻ നമുക്ക് തിരുത്താറുന്നല്ലേ നല്ലത്. പിന്നെ കല്യാണ പന്തലിൽ വെച്ചിട്ട് ഇതൊക്കെ പണിതിട്ട് കല്യാണം മുടങ്ങിയിട്ട് വേണം ഈ ദീപകാരൻ അത് മുടങ്ങി അറിയാൻ. എന്റെ തല അത്ര പോലെ നമുക്ക് ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ട് മീനുവിനെ കെട്ടിച്ചാൽ മതിയായിരുന്നല്ലേ. അതൊരു ഐഡിയ അച്ഛാ. 2 തലപോയ തെങ്ങളാണ് അതിന്റെ ഉള്ളിലുള്ളത്. എടോ ദീപേ, ചായ എടുക്കൂ. അച്ഛന് മധുരം ചെല്ല്. പ്ലീസ്. അതാ കടം വാങ്ങണ രാജു അല്ലാണ്ടാരാ ഒരെന്തോ പരമനാറി. അയാള് വന്നോട്ടെ. കഴിഞ്ഞ ആഴ്ച എന്റെ കയ്യിൽ നിന്ന് 5000 രൂപ കടം വാങ്ങി. എന്ത് കണ്ടിട്ട് അത് കിട്ടിയെന്നെ വള്ളത്തിൽ വരച്ച പോലെ. എന്താണ് അച്ഛനും മക്കളും മരുമകളും കൂടി ഇരുന്നിട്ട് നല്ല കളക്ഷൻ ഉണ്ടാവില്ലേ കല്യാണത്തിന്റെ? അങ്ങനെ കളക്ഷൻ ഒന്നും ഇല്ല എന്റെ രാജ്യോ. ഞാനും ഇന്നലെ 1000 രൂപ എഴുതിയിരുന്നു കട. അതെ, ഉടുപ്പില്ലാതെ പറഞ്ഞ തരുമല്ലോ, ആഴ്ചയുള്ളിലാണ് തരുന്ന കേസല്ലേ. എടാ ലോകത്താര് കല്യാണത്തിന് കടം പറഞ്ഞവരുണ്ടോ? കവറില് അതാണല്ലോ തരുമല്ലോ. അല്ലാതാണ് ഗ്ലാമറുടെ മുഖം പെരിച്ചായുടെ സ്വഭാവം തുറക്കല് മാത്രം. പിന്നെ അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ പറയാൻ പോണ കാര്യം ഈ കണക്കിപ്പെടുത്തണ്ട. ഇത് കടല്ല, വായ്പയാണ്. എനിക്കൊരു 10000 രൂപ വായ്പ. അല്ലട രാജു, ഈയല്ലേ കഴിഞ്ഞ ആഴ്ച എന്റെ 5000 രൂപ എപ്പ തരാന്ന് പറഞ്ഞു വാങ്ങിയത്? അതെവിടെ? അത് ഞാനിപ്പോ നിങ്ങളൊരു 10000 എനിക്ക് കടം തരുമല്ലോ, അല്ല സോറി വായ്പ തരുമല്ലോ. ആ വായ്പയിൽ നിന്ന് 5000 രൂപ തരും. അപ്പൊ അതാ വീഡിയോലോ. അല്ലടോ, അപ്പൊ 10000 രൂപ എപ്പ കിട്ടും? അതിപ്പോ എന്താ? അത് കടല്ലാണ്, അത് ക്രെഡിറ്റ് ആണ്. എന്തായാലും അടുത്ത ആഴ്ച ഒരു 15000 രൂപ കടം വാങ്ങാൻ വരുമല്ലോ, സോറി ക്രെഡിറ്റ് ആയിട്ട് വാങ്ങാൻ വരുമല്ലോ. ഇപ്പോഴത്തെ 15000 ആ 10000 കണ്ടു തരും. ഒരു മിനിറ്റ് കണക്കാണ്. 5 അവിടെ ബാക്കി കണക്ക് ശരി. ഒരു മിനിറ്റ് നിങ്ങൾ പറയല്ലേ കണക്കൊന്നും നോക്കിന്ന് ആദ്യം 5000 രൂപ വാങ്ങിയത്. കണക്കൊക്കെ കറക്റ്റ് ആണ്. ശരിയാണ്. അതല്ല അച്ഛാ ഞാൻ പറഞ്ഞ വിള് കേക്കണ്ടേ? കണക്ക് കറക്റ്റാ. എന്തടോ എന്തപ്പോ കണക്കോ പറഞ്ഞ കറക്റ്റല്ലേ? അപ്പൊ 10000 തന്നാളെ. അതാ പറഞ്ഞ പരമനാറി. ഇറങ്ങിപ്പോടന്ന് ഇറങ്ങണ പേരെന്നിറങ്ങണ വീട്ടിൽ അച്ഛന് കണക്കാണ് മനസ്സിലായ ഇവിടെ കണക്കിനെ കിട്ടും. ഇവിടെ ഇറങ്ങണത് ഇറങ്ങണ എന്താ അച്ഛപ്പ കാണിക്കണത്? അയാള് 5000 വാങ്ങി, അയാള് 10000 വാങ്ങി തരാന്ന് പറഞ്ഞു. ഇറങ്ങിപ്പോടന്ന് തിരിഞ്ഞിക്കാതെ എവിടുന്നാണ് ഈ അകത്ത് തോൽവിൽക്കൊക്കെ പൈസ കൊടുക്കുന്നത്? എന്ത് കാര്യം അതിനൊക്കെ? പക്ഷെ അയാൾ തരാന്ന് പറഞ്ഞില്ല. എടാ പൊട്ടാന്റെ തല ആദ്യം ചാണത്തിൽ പേരുമ്പോ ചാണത്തിൽ കുച്ചേക്കണം തല. ഈ 2 പൊട്ടന്മാർക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ ഞങ്ങളെ പൊട്ടന്മാര് അല്ല അച്ഛാ, എന്നാലും അച്ഛനെ സമ്മതിച്ചുട്ടാ. എന്താടാ ഇത്രയും പൈസ സ്വർണത്തിലുള്ള കാലത്ത് 25 പവനൊപ്പിക്കാന്ന് പറഞ്ഞു, അത് നിസാരല്ല. എന്നാലും അച്ഛന് നമ്മളോട് അതൊക്കെ എന്റെ അധ്വാനം. കാരണം എനിക്ക് ആകെ ഇനിയിപ്പോ കെട്ടിക്കാൻ ഒന്നുമില്ല. ഇവിടെ എന്നെ ബാക്കിയുള്ള മീനിക്കുട്ടിനോട് അന്തസ്സായിട്ട് പറഞ്ഞാക്കുന്നത് എന്റെ കടമയാണ്. എന്റെ അധ്വാനം മീനിക്കുട്ടി വിളിക്കുന്നു. ഹലോ, എന്താ മോളെ വിശേഷം? എങ്ങനെയുണ്ട് പുതിയ വീടും കെട്ടിയോനും ഒക്കെ എങ്ങനെയുണ്ട്? ഈ എന്തിനാ കരയണ്? എന്ത്? അയ്യോ, ആ സ്വർണ്ണൊക്കെ കൊണ്ടുപോയാ? അപ്പൊ ഇത് നോക്കണ്ടേ? ആര്? അപ്പൊ ഇത് ആരത്? ഇതെവിടെ വെച്ചിരുന്ന്? കരയാതെ കാര്യം പറയടൂ. ഈ കരയേണ്ട ബേജാറാവില്ലേ? അച്ഛനോടൊക്കെ ഒന്ന് പറയട്ടെ. എന്നോട് പറയണ്ട. പോലീസ് പോണ്ട. 25 പവനൊക്കെ അവരെവിടെ വെച്ചിരുന്നു.
അൽമാരയിൽ വെച്ചതാത്രേ. അപ്പൊ അത് കാണുന്നില്ല. പറയല്ലേ ശരിക്കും കേസ് കൊടുക്കണം. കേസ് കൊടുക്കണ്ട, കേസ് ഇപ്പൊ തന്നെ കൊടുക്കണം. എന്തിന് കേസ് കൊടുക്കണ്ട? എന്റെ അധ്വാനം മോശമല്ലേ നമ്മൾ അറിഞ്ഞിട്ട് പോയില്ലെങ്കില്. കുട്ടി അവിടെ കിടന്ന ആ കരച്ചിലാണ്. എന്റെ അധ്വാനം പോലെ വല്ല കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും കടം വാങ്ങായിരുന്നു. എന്റെ അധ്വാനം. അച്ഛൻ കരയില്ലേ അച്ഛ? അച്ഛൻ കരയുമ്പോ എനിക്കും ഞങ്ങൾക്കൊക്കെ വിഷമല്ലേ? ദീപ് പോളെ എന്റെ അധ്വാനം പോയില്ലേ. ഇത് ഞാൻ ഇത് എന്തായാലും കംപ്ലൈന്റ് കൊടുക്കും. അച്ഛൻ എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുക്കണേ? എവിടെ കംപ്ലൈന്റ് കൊടുക്കണേ? എന്താ കാര്യം? ഇതിപ്പോ ഈ പോലീസ് സ്റ്റേഷൻ വിളിക്കേണ്ട പരാതി ഇത് വിളിക്കണം. നമുക്ക് നേരിട്ട് പോവാം. എന്താ അച്ഛാ 25 പവനാണ് പോയിരിക്കുന്നത്? എന്താ പൊന്നു മക്കളെ പരാതി കൊടുക്കണ്ടെന്ന്. പിന്നെ നിങ്ങൾക്കൊരു കഥ അറിയോ? ഇവർക്ക് കൊടുത്ത 25 പവന് മുക്കിന്റെ ഫണ്ടാണ്. അത് അവനറിയുമ്പോ ഇന്നലെ രാത്രി ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇവിടെ എത്തിക്കാൻ പറ്റ പാട്. എന്റെ അധ്വാനം. എന്റെ അച്ഛനാണ് അച്ഛൻ. ഇപ്പത്തെ കാലത്ത് കാമ്പവന്റെ സ്വർണം കൊടുത്ത് മക്കളെ കെട്ടിക്കാൻ പറ്റുമോ? എന്താടാ മക്കളെ സ്വർണത്തിന്റെ ഒരു വില?